ഹായ് ഗൈസ്, ഇപ്പോൾ ഫൈനലി ഇറാൻ ഇസ്രായേലിനെതിരെ അറ്റാക്കുകൾ നടത്തിയിരിക്കുകയാണ്. അതായത് വാർ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി തൊട്ട് ഇന്ന് ഉച്ചവരെ നടന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി സ്റ്റഡി ചെയ്ത്, അതുപോലെ തന്നെ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ സത്യമുണ്ട്, അതുപോലെ തന്നെ ഓൺലൈനിൽ നടക്കുന്ന എന്തെല്ലാം ഫേക്ക് കാര്യങ്ങളുണ്ട് ഒക്കെ അനലൈസ് ചെയ്ത് ഫാക്ട് ചെക്ക് ചെയ്തതിനു ശേഷമാണ് ഈ വീഡിയോ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ ഇടാം. അപ്പോൾ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഇന്നടിക്കും നാളെ അടിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇറാൻ ഇപ്പോൾ ഫൈനലി മൗനമെല്ലാം കളഞ്ഞുകൊണ്ട് ഏകദേശം 180 to 200ഓളം ഹൈപ്പർസോണിക് മിസൈലുകളും, അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇറാൻ ഇസ്രായേലിനെതിരെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ബലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അറ്റാക്കുകൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേയധികം മിസൈലുകളെ ഇസ്രായേലിന്റെ അയൺ ഡോമും അതുപോലെ തന്നെ അമേരിക്കന്റെ എയർ ഡിഫൻസ് സിസ്റ്റവും കൂടെ ഇന്റർസെപ്റ്റ് ചെയ്ത് അതിനെ കളഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ കുറേയധികം മിസൈലുകൾ, അതായത് രണ്ട് ന്യൂസിനെയും വെരിഫൈ ചെയ്യുമ്പോൾ കുറേയധികം മിസൈലുകൾ അതായത് ഇസ്രായേലിന് ഡാമേജുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും എയർ സ്പേസുകൾ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന് ഡാമേജ് ആയിട്ടുമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മിലിറ്ററി ടൈമിലോ അല്ലെങ്കിൽ മിലിറ്ററി പരമായി നോക്കുകയാണെങ്കിൽ പല രാജ്യങ്ങളും പറയുന്നത് അതായത് ഇറാൻ അവരുടെ ഏറ്റവും ഹൈപ്പർസോണിക് മിസൈലുകളും ബലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വട്ടം അറ്റാക്കുകൾ നടത്തിയിരിക്കുന്നത്. എന്നാലും ഇതൊരു അട്ടർ ഫെയിലിയർ ആണ്, അതായത് ഇതൊരു പരാജയമാണ് എന്നാണ് പറയുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്റർനാഷണൽ അർസനൽ കൗണ്ട് എന്ന് പറയുന്ന ഇവരുടെ ഒരു ഡാറ്റ അനുസരിച്ച് ഏകദേശം ഇറാന്റെ അടുത്ത് ഏകദേശം 8000 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഉള്ളത്, അതായത് ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകൾ. അപ്പോൾ ഇതിൽ ഏകദേശം കഴിഞ്ഞ ഏപ്രിൽ തന്നെ 300ഓളം മിസൈലുകൾ ഇറാൻ ഉപയോഗിച്ചിരിക്കുന്നു. അതിനുശേഷം ഇന്നലെ ഒരു 200ഓളം, അതായത് ഇറാനിൽ നിന്ന് വരുന്ന ഡാറ്റകൾ 200ഓളം അധികം മിസൈലുകൾ അറ്റാക്ക് നടത്തിയെന്നാണ്. പക്ഷെ ഒഫീഷ്യലായി കൺഫേം ചെയ്യുമ്പോൾ ഏകദേശം 180 to 200 മിസൈലുകളാണ് അറ്റാക്കുകൾ നടത്തിയത്. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 700ഓളം മിസൈലുകൾ ഇതുവരെ, അതായത് ഈ ഒരു 2 വട്ടത്തെ അറ്റാക്കിലൂടെ അതായത് ഇസ്രായേലിനെതിരെ ഇറാൻ ഉപയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 700 മിസൈലുകൾ ഉപയോഗിച്ചു കഴിഞ്ഞിട്ടും ഇതുവരെയും അതായത് കംപ്ലീറ്റ് ആയിട്ട് ഇസ്രായേലിന്റെ അതായത് ഒന്നും തന്നെ നശിപ്പിക്കാൻ ഇറാനെ കൊണ്ട് സാധിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഇത്രയും 700 മിസൈൽ ഉപയോഗിച്ചിട്ട് ഇസ്രായേലിലെ ഒരു സിവിലിയനോ അല്ലെങ്കിൽ ഒരു ആർമി സോൾജറിനോ അല്ലെങ്കിൽ ഒരു ഹയർ ഒഫീഷ്യലോ ഈവൻ ഒരു സാധാരണ ഒഫീഷ്യൽ ആൾക്കാരെ പോലും ഇറാന് ടാർഗറ്റ് ചെയ്യാനോ അച്ചീവ് ചെയ്യാനോ പറ്റിയില്ല. അതുകൊണ്ട് ഇതൊരു അട്ടർ ഫെയിലിയർ ആണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതായത് ഇസ്രായേലിന്റെ അടുത്തുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ആയ എയർ ഡിഫൻസ് സിസ്റ്റമാണ്. അതായത് ഈവൻ അവരുടെ അയൺ ഡോം സിസ്റ്റവും അതുപോലെ തന്നെ അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം തന്നെ ഫെയിലിയർ ആയെങ്കിലും അവരുടെ റേഡാർ സിസ്റ്റം എല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെയാണ് വർക്ക് ആവുന്നത്. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതായത് ഇപ്പോൾ ഇസ്രായേലിലെ എയർ ഡിഫൻസിലോട്ട് ഏതെങ്കിലും ഇപ്പോൾ ഹൈപ്പർസോണിക് മിസൈൽ ആയിക്കോട്ടെ അതുപോലെ തന്നെ ബലിസ്റ്റിക് മിസൈലുകളായിട്ട് ഇതെല്ലാം തന്നെ അവരുടെ എയർ ഡിഫൻസിലോട്ട് കിടക്കുന്നതിന്റെ 10 മിനിറ്റ് മുമ്പ് തന്നെ ഇസ്രായേൽ ഫുള്ളുമായിട്ടും അതായത് സൈറനും മുഴുകുകയും. ഇതുകൊണ്ട് എന്താ വെച്ചാൽ അതായത് അവിടെ ഏകദേശം 1 കോടി പോപ്പുലേഷൻ ആണ് ഉള്ളത്. അപ്പോൾ ഇസ്രായേൽ ജനതയെ എല്ലാവരും ലോക മിലിറ്ററി ആൾക്കാർ പ്രൈസ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണവും ഇത് തന്നെയാണ്. അതായത് ഒരു സൈറൻ അപ്പോൾ തന്നെ മുഴങ്ങി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ബോംബ് ഷെൽട്ടറുകളിലോട്ട് അവർ പോകും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ചുരുങ്ങിയ ഒരു 5-6 വീടോ ഉള്ളെങ്കിലും അവിടെ ഒരു ബോംബ് ഷെൽട്ടർ അതായത് ഇസ്രായേൽ ഗവൺമെന്റിന്റെ. ഇതുകൊണ്ടെന്ന് വെച്ചാൽ അവിടെയുള്ള ഗവൺമെന്റ് നിർദ്ദേശം പോലെ തന്നെ അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ കോർഡിനേഷനോടെ ആ ബങ്കറിലോട്ട് പോവുകയും അവിടെ അവരെ സേഫായി നിൽക്കുന്നു. ഇതുകൊണ്ടെന്ന് വെച്ചാൽ അതായത് ഇസ്രായേലിന് ഈ ഒരു അറ്റാക്കിൽ നിന്ന് സിവിലിയൻസിന് കാഷ്വാലിറ്റി ഒന്നും ഇല്ലാതെ അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാനും പറ്റുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അവരുടെ അയൺ ഡോം തന്നെയാണ്. അതായത് ഇന്നലത്തെ കുറെ മിസൈലുകൾ അവർ ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് കുറെ ഫെയിലർ ആയെങ്കിലും അതായത് 200ഓളം മിസൈലുകൾ ഡയറക്റ്റ് ആയിട്ട് ഇസ്രായേൽ ഗ്രൗണ്ടിലോട്ട് പതിയാത്തതിന്റെ പ്രധാന കാരണം ഇത് അയൺ ഡോം സിസ്റ്റവും അതുപോലെ തന്നെ അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റമാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇസ്രായേലിന്റെ അതായത് എയർ ഡിഫൻസ് സിസ്റ്റത്തിന് മറ്റ് രാജ്യത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഈ ഒരു സിസ്റ്റം അഡോപ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യവും പറയുന്നത്. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് കൊണ്ടാണ് 200ഓളം മിസൈലുകൾ ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെതിരെ അറ്റാക്കുകൾ നടത്തിയിരിക്കുന്നത്. ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ റേഡർ ഓൾറെഡി സിഗ്നൽ കൊടുത്തുകൊണ്ട് തന്നെ ആൾക്കാർക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാതെ കാഷ്വാലിറ്റി ഒന്നും തന്നെ ഇല്ല. അതായത് ഒരേ ഒരു കാഷ്വാലിറ്റി ആണ് പറയുന്നത്, അതും ഒരു പാലസ്തീനിയൻ സിറ്റീസിനാണ് മരണപ്പെട്ടത് എന്നാണ് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് മിസൈൽ വന്ന് അറ്റാക്ക് ചെയ്തിട്ടല്ല, അതായത് മിസൈലിന്റെ ആ ബാക്കി കത്തിക്കഴിഞ്ഞ ഒരു ബോഡിയാണ് ഡയറക്റ്റ് ആയി വീഴുകയും ഒരാൾ മരണപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നത്. അല്ലാണ്ട് മറ്റ് കാഷ്വാലിറ്റി ഒന്നുമില്ല. അവരുടെ എയർ സ്പേസ് എല്ലാം തന്നെ തകർന്നതായിട്ട്. ഇനിയാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ അറ്റാക്ക് നടക്കുന്നതിന്റെ ആ ഒരു സമയം തന്നെ ഇസ്രായേലിന്റെ IDFന്റെ സ്പോക്ക് പേഴ്സൺ വന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും റിറ്റാലിയേറ്റ് ചെയ്യും, അത് ഇതിനുള്ള പകരം ചോദിച്ചിരിക്കും. അത് എപ്പോ എവിടെ വെച്ച് ഏത് സമയം ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോഴോ നിങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ. അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, തീർച്ചയായിട്ടും അറ്റാക്കുകൾ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഹിസ്ബുള്ളന്റെ അതായത് പ്രധാനപ്പെട്ട നേതാവിനെല്ലാം കൊന്നപ്പോഴും അപ്പോഴും നമ്മൾ അറിഞ്ഞതാണ്. അത് അവരുടെ അറ്റാക്ക് കഴിഞ്ഞിട്ടോ അവർ ഓരോ കാര്യങ്ങളും പുറത്തു പറയുള്ളൂ.
അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ നെതന്യാഹു പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇറാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ഇത് തന്നെയാണ്. ഇതിന് തീർച്ചയായിട്ടും വി വിൽ പേ ഫോർ ഇറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിന് ഞങ്ങൾ തീർച്ചയായിട്ടും ചോദിച്ചിരിക്കും, അതിനുള്ള റിറ്റാലിയേഷൻ ഇറാന് തീർച്ചയായും കിട്ടിയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നെതന്യാഹു മാത്രമല്ല, അവരുടെ മിലിറ്ററി മിനിസ്റ്ററായ ഗാലന്റും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഗാലന്റും അതുപോലെ തന്നെ അമേരിക്കയുടെ മിലിറ്ററി പേഴ്സണായ ലോയിഡ് ഓസ്റ്റിനും കൂടെ സംസാരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇവർ തമ്മിലും കൺഫേം ചെയ്ത ന്യൂസ് ഇത് തന്നെയാണ്. ഇപ്പോൾ അമേരിക്ക, UK, ജർമ്മനി ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഒഫീഷ്യലി പ്രതികരിച്ചിരിക്കുന്നു. ഇപ്പോൾ റഷ്യ, ഇന്ത്യ അതുപോലെ തന്നെ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ മാത്രമാണ് ഈ കാര്യത്തിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യവും പറയാത്തത്. പക്ഷെ വെസ്റ്റേൺ കൺട്രീസ് എല്ലാം തന്നെ ഉറച്ചൊരു നിലപാട് എടുത്തിരിക്കുന്നു. അതിൽ ഓൾറെഡി ഒരു സംശയം ഉണ്ടായിരുന്നത് UK-ന്റെ നിലപാടായിരുന്നു. കാരണം പുതിയ പ്രൈം മിനിസ്റ്റർ എങ്ങനെ എടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ എല്ലാ വെസ്റ്റേൺ കൺട്രീസും ഒരുമിച്ച് നിന്നിരിക്കുന്നു. അവർ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇസ്രായേൽ ഹാസ് ദ ഫുൾ പവർ ടു റിറ്റാലിയേറ്റ് ആൻഡ് ഡിഫെൻഡ് ദംസെൽഫ് ഫ്രം ദ ഇറാനിയൻ അറ്റാക്ക് എന്നാണ്. അതായത് ഇറാന്റെ അറ്റാക്കിൽ നിന്ന് ഫുൾ ആയിട്ടും അവർക്ക് റിറ്റാലിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫുൾ ആയിട്ടും റിറ്റാലിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ തടയാനുമുള്ള ഫുൾ അധികാരവുമുണ്ട്. അതുപോലെ തന്നെ അത് അവരുടെ റൈറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഇറാനെതിരെ അതായത് അമേരിക്ക, UK അതുപോലെ തന്നെ ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് ഇസ്രായേലിന്റെ കൂടെ നിൽക്കും എന്ന് പറയുന്ന ഒരു സോളിഡാരിറ്റിയും അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാലസ്തീൻ, ഹമാസ്, ഹിസ്ബുള്ള എന്ന് പറയുന്ന ഈ സംഘടനയുള്ള ആൾക്കാർക്കെല്ലാം തന്നെ ഇപ്പോൾ വളരെ സന്തോഷമാണ്. അതുപോലെ തന്നെ പാലസ്തീനിലെല്ലാം തന്നെ വളരെയധികം ആഘോഷമായിരുന്നു ഇന്നലെ ഈ അറ്റാക്ക് നടത്തിയപ്പോൾ തന്നെ. ഇപ്പോൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇറാനിൽ തന്നെ പടരുന്ന വലിയൊരു ന്യൂസ് ആണ്. അതായത് ഇറാനിലുള്ള ഗ്യാസ് സ്റ്റേഷൻസ് അതുപോലെ തന്നെ പെട്രോൾ പമ്പുകൾ എല്ലായിടത്തും ഫുൾ ആയിട്ടും ആൾക്കാരെല്ലാം പോയി പെട്രോൾ എല്ലാം തന്നെ ഫില്ല് ചെയ്യാണ്. അത് കാരണം അവിടെ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നം, അതായത് ഈ ട്രാഫിക് ജാമുകളെല്ലാം നേരിടുന്നതാണ്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്നലെ തൊട്ട് ഇറാൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇസ്രായേൽ മീഡിയാസ് എല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് അവരെല്ലാം തന്നെ പ്രധാനമായിട്ടും ഷോക്കേസ് ചെയ്യുന്നത് ഇറാന്റെ ഏറ്റവും കൂടുതൽ പവർ സ്റ്റേഷൻ ഏതാണ്, അതുപോലെ തന്നെ ന്യൂക്ലിയർ പ്രോജക്ട്, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, അതായത് പ്രധാനമായിട്ട് എനർജി സെക്ടറെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നൊരു വൈകുന്നേരത്തോടെ അതായത് ഇസ്രായേൽ തിരിച്ചടിക്കും. അപ്പോൾ പ്രധാനമായിട്ടും ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാരെല്ലാം തന്നെ അവരുടെ വെഹിക്കിളിനെല്ലാം തന്നെ ഈ പെട്രോൾ എല്ലാം ഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അതായത് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ അതായത് ഈ ഒരു ഞങ്ങൾ അറ്റാക്ക് നടത്തി, ഇതൊരു ഇസ്രായേലിനെതിരെ അതായത് ഹിസ്ബുള്ളക്ക് നടത്തിയ ഒരു ഇതിനു വേണ്ടി ഞങ്ങൾ അറ്റാക്ക് നടത്തിയതാണ്. ഇതോടെ ഇത് അവസാനിച്ചു. പക്ഷെ ഇനിയും ഇസ്രായേൽ ഞങ്ങൾക്ക് അറ്റാക്കുകൾ നടത്തുകയാണെങ്കിൽ ഞങ്ങളും തിരിച്ച് ഫോഴ്സ്ഫുൾ ആയിട്ട് അതായത് ഇതിലും ശക്തിയോടെ അറ്റാക്ക് നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഓപ്ഷൻ വിട്ടുകൊടുക്കരുത് എന്നാണ് ഇപ്പോൾ ജൂയിഷ് ആൾക്കാർക്കും അതുപോലെ തന്നെ അമേരിക്കൻ ജനങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോൾ കൂടുതലും പറയുന്ന കാരണം എന്താ വെച്ചാൽ അതായത് ഇറാൻ ഡയറക്റ്റായി വന്ന് അറ്റാക്ക് ചെയ്താണ്. അതായത് ഇറാനെ ഡയറക്റ്റ് ആയിട്ട് ഇതുവരെയും ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇറാൻ ഇതിലോട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നിട്ടും ഇറാൻ വന്നതാണ്. അതുകൊണ്ട് ഈ ഒരു അവസരം നെതന്യാഹു വിട്ടുകൊടുക്കരുത്, സ്ട്രോങ് ആയിട്ട് തന്നെ അറ്റാക്ക് നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലത്തെ അറ്റാക്കുകൾ കൊണ്ട് അതായത് പണ്ട് നെതന്യാഹുവിന് എതിരെ ഉണ്ടായിരുന്ന ആൾക്കാർ പോലും ഇപ്പോൾ നെതന്യാഹുവിന് ഒരു സപ്പോർട്ട് സ്റ്റേജിലോട്ട് എത്തി എന്ന് പറയുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇസ്രായേലിനും ഇറാനിനും വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക.